ഇന്നലത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മയും ഹെൻറിച്ച് ക്ലാസനും തകർത്തടിച്ചപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 4 വിക്കറ്റിന് മലർത്തിയടിച്ചിരിക്കുകയാണ്. ഇരു ടീമിന്റെ മൊത്തം ടോട്ടൽ സ്കോർ 400 കടന്ന ഇന്നലത്തെ മത്സരത്തിൽ ടോസ് ലഭിച്ച പഞ്ചാബ് തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നലെ പഞ്ചാബ് സ്ക്വാഡിലെ വിദേശ പ്ലെയറായി റിലേ റോസോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ദുർബലമായ പഞ്ചാബ് ബാറ്റിംഗ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ എക്സ്പീരിയൻസ് ബോളിങ്ങിന് മുന്നിൽ മുട്ടുകുത്തുമെന്നാണ് എല്ലാവരും ധരിച്ചത്. കളി തുടങ്ങുന്നിടം വരെയുള്ളായിരുന്നു ആ ധാരണയ്ക്ക് ആയുസ്. പഞ്ചാബിന്റെ ഓപ്പണേഴ്സായിട്ടുള്ള പ്രഭസ് മിറനും അഥർവയും കൂടി ഓപ്പണിംഗിൽ തകർത്താടിയപ്പോൾ പഞ്ചാബ് സ്കോർ 9 ഓവറിൽ 97 റൺസ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. എന്നാൽ ഒടുവിൽ 27 ബോളിൽ 46 റൺസ് എടുത്ത അഥർവ നടരാജന് വിക്കറ്റ് നൽകി പവലിയനിലേക്ക് മടങ്ങുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാമ്പ് കരുതിയത് പഞ്ചാബ് കിങ്സിന്റെ പതിവ് കൂട്ടത്തകർച്ചയിലേക്കാണ് ഈ പോക്കെന്നാണ്. എന്നാൽ എല്ലാ കളികളെയും പോലെ എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ പഞ്ചാബ് ഒരുക്കമല്ലായിരുന്നു. അഥർവ മടങ്ങിയതിനു ശേഷം റൺ റേറ്റ് ഉയർത്തുന്ന കാര്യം പ്രഭസ് മിറൻ ഏറ്റെടുത്തു. തുടർച്ചയായ ബൗണ്ടറികൾ, സിക്സറുകൾ, കൂട്ടിന് റൂസോയും കൂടി വന്നതോടുകൂടി പഞ്ചാബിന്റെ റൺ റേറ്റ് ഉയർന്നു. ഒടുവിൽ 14ാമത്തെ ഓവറിൽ വിയാസ് കാന്തിന് വിക്കറ്റ് മടങ്ങി പ്രഭസ് മിറനും പവലിയനിലേക്ക് മടങ്ങി. 45 ബോളിൽ 71 റൺസാണ് പ്രഭസ് മിറൻ അടിച്ചുകൂട്ടിയത്. പിന്നെ കണ്ടത് നോൺ സ്ട്രൈക്ക് എൻഡിൽ ശശാങ്ക് സിംഗിനെ കാഴ്ചക്കാരനാക്കി റൂസോയുടെ മനോഹരമായ ഇന്നിങ്സാണ്. റൂസോ 24 ബോളിൽ 49 റൺസാണ് അടിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 204 ആയിരുന്നു. റൂസോയുമായിട്ടുള്ള മിസ്കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് റൺഔട്ടായി ശശാങ്ക് സിംഗ് പവലിയനിലേക്ക് മടങ്ങുമ്പോൾ പഞ്ചാബ് സ്കോർ 3 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ്. എന്നാൽ പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തിരിച്ചുവരവായിരുന്നു. തുടരെ 2 വിക്കറ്റുകൾ. റൂസോയും മുംബൈ ഇന്ത്യൻസിനെതിരെ തകർത്താടിയ അശുതോഷ് ശർമ്മയും പവലിയനിലേക്ക്. 200 താഴെ പഞ്ചാബ് ഒതുങ്ങുവെന്ന സ്ഥിതിയായി. എന്നാൽ അവിടാണ് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ രക്ഷകനായി വന്നത്. അവസാന ഓവറുകളിൽ തകർത്താടിയ ജിതേഷ് ശർമ്മ 15 ബോളിൽ 32 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 213 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. ജിതേഷ് ശർമ്മയുടെ ഫിനിഷിംഗിൽ പഞ്ചാബ് സ്കോർ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിംഗിലോട്ട് വന്ന ടി നടരാജൻ 4 ഓവറിൽ 33 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ക്യാപ്റ്റൻ കമ്മിൻസ് 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 1 വിക്കറ്റും. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഞെട്ടിച്ചുകൊണ്ടാണ് അർഷദീപ് സിംഗ് തുടങ്ങിയത്. ട്രാവിസ് ഹെഡിനെ ഫസ്റ്റ് ബോളിൽ തന്നെ ബൗൾഡാക്കി പവലിയനിലേക്ക് മടക്കിയപ്പോൾ പഞ്ചാബ് കിങ്സ് കളിയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ താൻ നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ച് രാഹുൽ ത്രിപാഠി പഞ്ചാബിന്റെ തിരിച്ചുവരവ് വെറും അപ്രസക്തമാണെന്ന് തെളിയിച്ചു. ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ അഭിഷേക് ശർമ്മയും രാഹുൽ ത്രിപാഠിയും കൂടെ ഒന്നിച്ചപ്പോൾ ഹൈദരാബാദിന്റെ റൺ റേറ്റ് 13 മുകളിലേക്ക് പാഞ്ഞു. ഒടുവിൽ തന്റെ ആദ്യ 5 ബോളിൽ 22 റൺസ് വഴങ്ങിയ ഹർഷൽ പട്ടേൽ രാഹുൽ ത്രിപാഠിയെ പവലിയനിലേക്ക് മടക്കി. എന്നാൽ അടുത്ത ഗ്രീസിലോട്ടെത്തിയ മിന്നൻ ഫോമിൽ കളിക്കുന്ന നിതീഷ് റെഡ്ഡി അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് കൈമാറാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് അഭിഷേക് നല്ലപോലെ ഉപയോഗിക്കുകയും ചെയ്തു. തങ്ങളുടെ കളി കാണാൻ വന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആരാധകരെ ആവേശത്തിലാക്കി 6 സിക്സറുകളാണ് അഭിഷേക് ശർമ്മ ഇന്നലെ പറത്തിവിട്ടത്. ഒടുവിൽ ശശാങ്ക് സിംഗ് എറിഞ്ഞ ഓവറിൽ ശിവൻ സിംഗിന് ക്യാച്ച് നൽകി അഭിഷേക് ശർമ്മ പവലിയനിലേക്ക് മടങ്ങുമ്പോൾ ഹൈദരാബാദ് സ്കോർ 10 ഓവറിൽ 129 റൺസിന് 3 വിക്കറ്റ്. അടുത്തിറങ്ങിയ ഹെൻറിച്ച് ക്ലാസനും നിതീഷ് റെഡ്ഡിയും കൂടി പെട്ടെന്ന് തന്നെ കളി തീർക്കാനുള്ള പുറപ്പാടിലായിരുന്നു. സ്ട്രൈക്ക് കൈമാറുന്നതിൽ നിന്ന് നിതീഷ് റെഡ്ഡി കൂറ്റനടികൾക്ക് ശ്രമിച്ചു. ആ കൂറ്റനടികളിൽ പിറന്നത് 3 സിക്സറുകൾ. ഒടുവിൽ 25 ബോളിൽ 37 റൺസ് എടുത്ത് ഹർഷൽ പട്ടേലിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ കളി ഹൈദരാബാദിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഇടയ്ക്ക് ഷബാസ് അഹമ്മദ് വന്ന് പെട്ടെന്ന് മടങ്ങിയെങ്കിലും പഞ്ചാബിന് കളിയിലേക്ക് തിരിച്ചു വരാൻ അത് മാത്രം പോരായിരുന്നു. നന്നായി കളിച്ചുകൊണ്ടിരുന്ന ക്ലാസൻ കളി പെട്ടെന്ന് തീർക്കുന്നതിന്റെ തിടുക്കത്തിൽ ഹർപ്രീതിന്റെ ബോളിൽ ബൗൾഡായി. അപ്പോഴത്തേക്കും അദ്ദേഹം 26 പന്തിൽ 42 റൺസ് എടുത്തിരുന്നു. പിന്നെ വന്ന അബ്ദുൾ സമദിനും സൺവീർ സിംഗിനും കളി ഫിനിഷ് ചെയ്യേണ്ട റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ ബോളറിന്റെ തലയുടെ മുകളിലൂടെ സൺവീർ സിംഗ് 4 അടിച്ച് കളി ഫിനിഷ് ചെയ്തു. അങ്ങനെ 14 കളിയിൽ 8 വിജയവും 5 തോൽവിയുമായി 17 പോയിന്റോടുകൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് 2ാം സ്ഥാനത്തേക്ക് കയറി. പഞ്ചാബ് കിങ്സ് 14 കളികളിൽ 5 ജയവും 9 തോൽവിയുമായി 10 പോയിന്റ്സുമായി 9ാം സ്ഥാനത്തേക്ക്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ 2023 നടന്ന വേൾഡ് കപ്പും എടുത്ത കമൻസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇത്തവണത്തെ ചാമ്പ്യന്മാരാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.